Good morning, dear friends. So after La Nina and El Nino yesterday, we move on to potential climate change impacts, or what are the impact of these extreme climate events. So this is an abstract, like climate change include temperature, precipitation. Precipitation is nothing but rain in India. Then sea level rises. So you can see what is the impact on health, weather related mortality, then infectious diseases, air quality and respiratory illness. Okay, infectious diseases നമ്മളിപ്പോൾ കൊറോണ അനുഭവിച്ചിരിക്കുകയാണ് അല്ലേ. അത് വെതർ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പല എയർബോൺ ഡിസീസുകളിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കണം. ദെൻ അഗ്രികൾച്ചറിലേക്ക് നോക്കിയാൽ ക്രോപ്പ് ഫീൽഡിലുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡെഫിസിറ്റ്. ദെൻ ഇറിഗേഷൻ ഡിമാൻഡ്സ്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് വെള്ളമുണ്ട് കുടിക്കാനുണ്ടെങ്കിലും നമ്മുടെ പറമ്പിലൊക്കെ ജാതിക്കത്തോട്ടത്തിനും വാഴയ്ക്കും നനയ്ക്കാനുള്ള വെള്ളം അധികമില്ല. അപ്പോൾ നേരത്തെയൊക്കെ എൻ്റെ കാലത്ത് ചെറുപ്പകാലത്തൊക്കെ വീട്ടിൽ വാഴയ്ക്കും ജാതിക്കൊക്കെ ഡെയിലി നനയ്ക്കുമ്പോൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 3 days 4 days ആ ഒരു ഇൻ്റർവെലിനകത്താണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇമ്പാക്റ്റാണ്. ദെൻ ഫോറസ്റ്റ് നോക്കിയേ, ചേഞ്ച് ഇൻ ഫോറസ്റ്റ് കമ്പോസിഷൻ, ഷിഫ്റ്റ് ജിയോഗ്രാഫിക് റേഞ്ച് ഓഫ് ഫോറസ്റ്റ്, ദെൻ ഫോറസ്റ്റ് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ചേഞ്ച് ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? കനോപ്പി ക്ലോസ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് കനോപ്പി ക്ലോസ്? പറഞ്ഞാൽ നമുക്ക് നട്ടുച്ചയ്ക്കും ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സൂര്യപ്രകാശം എത്തില്ല. അത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആ ഒരു കോമ്പോസിഷൻ മാറി ഇപ്പോൾ ഒക്കെ കനോപ്പിയൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കനോപ്പി ഓപ്പൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബീഡ് പ്ലാന്റ്സിൻ്റെ ഇൻവേഷൻ കൂടും. അങ്ങനെ നമ്മൾ മിക്കാനിയുള്ള ബീഡ്സൊക്കെ ഇപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റ് വരെ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. ദെൻ വാട്ടർ റിസോഴ്സസ് നോക്കി, ചേഞ്ചസ് വാട്ടർ സപ്ലൈ, ദെൻ വാട്ടർ ക്വാളിറ്റി, ദെൻ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫോർ വാട്ടർ. കുടിവെള്ളം കിട്ടാനില്ല, വാട്ടർ ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ചെയ്തു. വാട്ടർ സപ്ലൈക്കുള്ള നേരത്തെ പറയും കുടിവെള്ളം അത് തന്നെയല്ല മറ്റുള്ള പർപ്പസിനുള്ള വെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ നമ്മൾ ജനറലി സ്പീക്കിംഗ് ദീസ് ആർ ദ എഫക്ട്സ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയേണ്ടി വരും. ദെൻ കോസ്റ്റൽ ഏരിയ കാര്യം നോക്കി, സീ ലെവൽ റൈസ് ഒക്കെ വരുമ്പോൾ ഇറോഷൻ ഓഫ് ബീച്ചുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ചെറായി പോലുള്ള ബീച്ചുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് കുറേയൊക്കെ കരയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ദെൻ കോസ്റ്റ് ടു പ്രൊട്ടക്റ്റ് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ കോസ്റ്റ് ലാൻഡിൻ്റെ ഒരു ഇനണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റേഡ് കൂടിക്കഴിയുമ്പോൾ കോസ്റ്റ് ലാൻഡ് ആ ഏരിയയിലൊക്കെ പെട്ടെന്ന് വെള്ളത്തിനടിയിലാവും. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട്. ദെൻ സ്പീഷീസ് ആൻഡ് നാച്ചുറൽ ഏരിയാസ്, ഷിഫ്റ്റ് ഇൻ എക്കോളജിക്കൽ സോൺസ്, ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് സ്പീഷീസ്. അതായത് എന്താണ്? ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഒരു ആനിമൽ സ്പീഷീസൊക്കെയാണ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ എക്കോസിസ്റ്റം തകരുകയൊക്കെ ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മൾ ജനറലി പൊട്ടൻഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോവാം. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ കൃത്യമായിട്ടൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ നോക്കാം. അപ്പോൾ ഒരു നട്ട്ഷെല്ലാണിത് ഇപ്പോൾ ഇത് പറഞ്ഞത്. ദിസ് ഇസ് ആൻ അബ്സ്ട്രാക്ട് ഓഫ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി. ദെൻ if you take one by one the effect of climate change on ecosystems or organisms and ecosystem. Organism or ecosystem ulla change aanu nokke. Climate is an important environmental factor influence on ecosystems. The impact of climate change affect ecosystems in variety of ways. Paranda kariyilla. The warming could force species to migrate to higher latitudes or higher elevations where temperatures are more conducive to their survival. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഹയർ ലാറ്റിറ്റ്യൂഡ്, ഇപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രിയിൽ അല്ലെങ്കിൽ ഉണ്ടായ ഒരു എന്തെങ്കിലും ഒരു അനിമലാണെന്ന് വിചാരിക്കുക. ഇത് ചൂട് ടെമ്പറേച്ചർ കൂടി നിൽക്കാൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ മൈഗ്രേറ്റ് ടു എന്താണ് അടുത്ത ടെമ്പറേറ്റ് റീജിയനിലോട്ട് അല്ലെങ്കിൽ ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോയും അവിടെ നിന്ന് വീണ്ടും, അപ്പോൾ അതായത് നിലനിൽക്കാൻ പറ്റാതാകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് തന്നെ അപ്പുറത്തേക്ക്. അപ്പോൾ അത് പോകുമ്പോൾ ആ എക്കോസിസ്റ്റം കൂടിയാണ് കൊളാപ്സ് ആവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ സിമിലർലി ആസ് സീ ലെവൽ റൈസസ്, ഇപ്പോൾ കടലിൽ ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോൾട്ട് വാട്ടർ ഇൻട്രഷൻ ടു ഫ്രഷ് വാട്ടർ സിസ്റ്റം മേ ഫോഴ്സ് സം കീ സ്പീഷീസ് ടു റീലൊക്കേറ്റ് ഓർ ഡൈ, ദസ് റിമൂവിങ് പ്രൊഡക്റ്റേഴ്സ് ഓർ പ്രേ ദാറ്റ് വർ ക്രിട്ടിക്കൽ ഇൻ ദ എക്സിസ്റ്റിംഗ് ഫുഡ് ചെയിൻ. സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പെരിയാറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബണ്ടുണ്ട്. എന്തിനാണത്?
ഈ വേനൽക്കാലത്ത് ഹൈ ടൈഡ് വരുമ്പോൾ എസ്റ്റുറിയിൽ നിന്നും സീയിൽ നിന്നുള്ള സോൾട്ട് വാട്ടർ പെരിയാറിൻ്റെ ഫ്രഷ് വാട്ടറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എന്നിട്ടും കയറുന്നുണ്ട്, ബണ്ടിനൊക്കെ ചില പ്രായോഗികളൊക്കെ ഉണ്ട്, മനസ്സിലാവണല്ലേ. അപ്പോൾ ഇങ്ങനെ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിൽ സർവൈവ് ചെയ്യുന്ന ഫിഷസ് ആയാലും മറ്റുള്ള ആനിമൽസ് ആയാലും വീണ്ടും ഫ്രഷ് വാട്ടറിലേക്ക് ഇത് എടുക്കുക, അങ്ങനെ അല്ലാത്ത രീതിയിൽ മൈഗ്രേഷൻ വരും, റീലൊക്കേഷൻ വരും. അതല്ലെങ്കിൽ എന്താണ്, ആ സോൾട്ട് വാട്ടർ ഇൻട്രൂഷനെ സഹിക്കാൻ പറ്റാതെ ഈ പറഞ്ഞ ആനിമൽസിനൊക്കെ ഡൈ ആവാനുള്ള സാധ്യതയുണ്ട്, മനസ്സിലാവണല്ലേ. അപ്പോൾ അവിടെ എന്താണ്, വെദർ ദ റിമൂവൽ ഓഫ് പ്രഡേറ്റർ ഓർ പ്രേ, ദീസ് ആർ ക്രൂഷ്യൽ തിങ്സ്. എന്താണ്, പ്രഡേറ്റർ പോയാലും സിസ്റ്റം കൊളാപ്സ് ആവും, പ്രേ പോയാലും സിസ്റ്റം കൊളാപ്സ് ആവും. ഇപ്പോൾ ഒരു ഇരയാണ് മറ്റുള്ള ആനിമൽസിൻ്റെ നഷ്ടപ്പെടുകയും എന്താണ്, അവർക്ക് സ്റ്റാർവേഷൻ ഉണ്ടാവുകയും ആ പ്രഡേറ്റർക്ക് നിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. ഇനി അതൊരു പ്രഡേറ്ററാണ് പോകണമെന്ന് വിചാരിക്കുക, അപ്പോൾ എന്താണ്, ഈ പ്രേ എന്നുള്ള സാധനം പെറ്റുവരുകി അവിടെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് എന്നുള്ളത് എക്കോസിസ്റ്റം നഷ്ടപ്പെടുന്നുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദോസ് ആർ ക്രിട്ടിക്കൽ ഇൻ ദ എക്സിസ്റ്റിംഗ് ഓഫ് ഫുഡ് ചെയിന് നിലനിൽക്കണമെങ്കിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫുഡ് ചെയിൻ ഈസ് extremely depending upon the balance or equilibrium of an ecosystem എന്നുള്ളത് നമ്മുടെ എക്കോളജിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി കീ സ്പീഷീസ്, കീ സ്റ്റോൺ സ്പീഷീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ആരെടുക്കുന്നത് എനിക്കറിയത്തില്ല. കീ സ്റ്റോൺ സ്പീഷീസ്, ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്, ദെൻ പ്രയോറിറ്റി സ്പീഷീസ്, ഇൻഡിക്കേറ്റർ സ്പീഷീസ്, ഇത് നാലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എൻ്റെ ധാരണ. ഇത് ശരിക്കും പഠിക്കുക. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കോസിസ്റ്റത്തിലെ ആ ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടാൽ ആ എക്കോസിസ്റ്റം ഡിസ്ഫങ്ഷൻ ചെയ്യുന്ന ഒരു പരിപാടി, അങ്ങനെയുള്ളതിനാണ് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഞാൻ അതിന് കൂടുതൽ പോകുന്നില്ല. ദെൻ നോക്കിയേ, ഫോർ മെനി സ്പീഷീസ് ദ ക്ലൈമറ്റ് വേർ ദ ലീവ് ഓർ സ്പെൻഡ് പാർട്ട് ഓഫ് ദ ഇയർ ഇൻഫ്ലുവൻസസ് കീ സ്റ്റേജസ് ഓഫ് ദെയർ ആനുവൽ സൈക്കിൾ സച്ച് ആസ് മൈഗ്രേഷൻ, ബ്ലൂമിങ് ആൻഡ് മീറ്റിംഗ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒരു ആനിമലിന് അല്ലെങ്കിൽ ഒരു സ്പീഷീസിന് നിലനിൽക്കണമെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മോസ്റ്റ് ഓഫ് ദ ഫ്ലൈസ് അല്ലെങ്കിൽ തുമ്പികൾ എല്ലാം ആദ്യം ഉണ്ടാകുന്നതാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലാണത് മുട്ടയിട്ട് വിരിഞ്ഞ് ലാർവകളായി വന്നിട്ട് തുമ്പികളാവുന്നത്, എന്നിട്ടാണത് കരയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ അത് കൊളാപ്സ് ആവുക ചെയ്യുന്നത് എന്താണ്, ഈ ഫ്ലൈസിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഈ മാമൽസ് ആയാലും എന്തെങ്കിലുമൊക്കെ സ്പീഷീസുകളൊക്കെ ഒരൊറ്റ എക്കോസിസ്റ്റം മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, നമ്മളെ പോലെയല്ല. പക്ഷേ പലതും ഇപ്പോൾ ഫ്ലൈയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ആനിമൽസ് തുമ്പികൾ മുട്ടയിടുന്ന വെള്ളത്തിൻ്റെ അവിടെയാണ്, അത് അക്വാട്ടിക്കിലാണ്, അത് അവിടെ നിന്നാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും ഇത് ബാധിക്കും. അപ്പോൾ എന്താണ്, മൈഗ്രേഷനെ ബാധിക്കും, ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെറ്റുവരകളെ ബാധിക്കും, മേറ്റിംഗ്, റീപ്രൊഡക്ഷൻ എല്ലാം ബാധിക്കും. ദെൻ as the climate change or as the climate has warmed in recent decades, the timing of these events has changed. അല്ലേ, ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ഈ മൈഗ്രേഷൻ്റെയും ബ്ലൂമിൻ്റെയും മേറ്റിങ്ങിൻ്റെയൊക്കെ സമയം മാറി. ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കണിക്കൊന്ന എന്നുള്ള സാധനം പൂക്കുന്നത് മേടമാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ, വിഷുവിനോടനുബന്ധിച്ചാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണിക്കൊന്ന പൂത്തുണ്ട്. എന്താണ് ദ ഇൻഡിക്കേഷൻ ഈസ് ദാറ്റ് കണിക്കൊന്ന പൂക്കുമ്പോൾ എന്താണ്, കണിക്കൊന്ന പൂക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ലെവല് വീണ്ടും താന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിശ്ചിത ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ വീണ്ടും ഗ്രൗണ്ട് വാട്ടർ താഴുമ്പോൾ, അതായത് എക്സ്ട്രീം ഡ്രോട്ട് കണ്ടീഷൻ വരുമ്പോഴാണ് കണിക്കൊന്നകളൊക്കെ പൂത്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, ഇപ്പോൾ നമുക്ക് നേരത്തെ മേടമാസം കഴിഞ്ഞാൽ ഇടവപ്പാതിക്ക് മഴ പെയ്യും, അല്ലേ. ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്, ജൂൺ ആദ്യം നമുക്ക് മഴ, ഏപ്രിൽ 15 മേടം എന്നൊക്കെ നോർമലി വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പോഴൊക്കെ നമുക്ക് കണിക്കൊന്ന പൂത്തുകളാണ്. കാരണം എന്താ, ഏർലി ആയിട്ടുള്ള, അതായത് മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടു കൂടി ഫെബ്രുവരി മാർച്ചിലൊക്കെ കണിക്കൊന്ന പൂക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് താന്നുവെന്നും ആ താഴേണ്ട എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ താഴ്ന്നത്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണെന്നൊക്കെ നമ്മളെ ചൂട് കൂടുന്നതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ ടൈമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ദെൻ ചേഞ്ചസ് ലൈക്ക് ദിസ് ക്യാൻ ലീഡ് ടു മിസ് മാച്ചസ് ഇൻ ദ ടൈമിംഗ് ഓഫ് മൈഗ്രേഷൻ, ബ്രീഡിങ് ആൻഡ് ഫുഡ് അവൈലബിലിറ്റി. പറയേണ്ട കാര്യമില്ല. ദെൻ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ആർ റെഡ്യൂസ്ഡ് വെൻ migrants arrive at a location before or after food sources are present. അപ്പോൾ നോക്കിയേ, ഒരു മൈഗ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ്, ഇപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു അനിമൽ അല്ലെങ്കിൽ ഒരു ബേർഡ് സ്പീഷീസ്, ഇപ്പോൾ കടലുണ്ടി എസ്റ്റുറി അല്ലെങ്കിൽ കുമരകം എസ്റ്റുറി, ഇവിടെയൊക്കെ എന്താണ് പ്രശ്നമുള്ളത്, മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഒരു പർദീസാണ്. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഭിത്താർ കനികയിലായാലും ശരി, കേരളത്തിലേക്ക് വന്നാൽ കടലുണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കുമരകം ബേർഡ് സാങ്ച്വറി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെയൊക്കെ ബേർഡ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ ഫുഡ് സ്കേഴ്സിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അവർ വന്നിട്ട് വല്ല കാര്യമുണ്ടോ, അവരും ചത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. Then as temperature increase,
the habitat ranges of many North American species are moving northward in latitude and upward in elevation. അപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്താണ്? ഹാബിറ്റാറ്റ് ചേഞ്ച് വരുമ്പോൾ എന്താണ്, അവിടെ നിന്ന് ഈ ചൂട് കൂടുമ്പോൾ കുറച്ചും കൂടി ലാറ്റിറ്റ്യൂഡ് ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോകും. എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുകൂടി തണുപ്പുള്ള പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ടെമ്പറേച്ചറിലേക്ക് പോകാൻ നോക്കും. ഇനി അവിടെ തന്നെ അല്ല, വേറെ എന്താണ്, ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക്, അതായത് മലകളിലേക്കൊക്കെ മാറാൻ ശ്രമിക്കുന്നതാണ്, മൗണ്ടൻ റേഞ്ചിലേക്ക്. അപ്പോൾ അവിടെ തണുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദെൻ the boreal forests are invading tundra, reducing habitat for many unique species that depending upon tundra ecosystem. ബോറിയൽ ഫോറസ്റ്റ് നമ്മൾ പഠിച്ചു, ബോറിയൽ എന്താണ്, ചുണ്ട്ര എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചത്. ചുണ്ട്രയിലേക്ക് ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? റെഡ്യൂസിങ് ഹാബിറ്റാറ്റ് ഫോർ മെനി യൂണിക് സ്പീഷീസ് ദാറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ടുണ്ട്ര. അപ്പോൾ ടുണ്ട്ര എക്കോസിസ്റ്റത്തിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല സ്പീഷീസുകൾക്കും അതിൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട്. ഓക്കെ, കാരിബോവും ആർട്ടിക് ഫോക്സും സ്നോയി ഓവൽ എന്നൊക്കെ പറഞ്ഞ ടുണ്ട്ര എക്കോസിസ്റ്റത്തിൽ മാത്രം ജീവിക്കുന്ന, സർവൈവ് ചെയ്യുന്ന ചില ആനിമൽ സ്പീഷീസൊക്കെ അതിൻ്റെ ലൈഫ് ലോസ് ആവാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ആസ് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് warm water fish are expanding into areas previously inhabited by cold water species. ഓക്കെ, ഈ റിവേഴ്സും സ്ട്രീംസും വാമാകുമെന്നാണ് വാം വാട്ടർ ഫിഷസ് ഉണ്ട്. ചിലപ്പോൾ ചില ചൂടുള്ള വെള്ളത്തിലൊക്കെ ഉള്ള ഫിഷസ്, അത് എക്സ്പാൻഡിങ് ഇൻ ടു ഏരിയാസ്, അത് എവിടേക്കൊക്കെ വരും? സ്വാഭാവികമായിട്ടും വാം വാട്ടർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫ്രഷ് വാട്ടറിലാണ് ഇത് എൻക്രോച്ച് ചെയ്യുന്നത്. ആ ഫ്രഷ് വാട്ടർ ഈ കോൾഡ് വാട്ടറിലാണ് എൻക്രോച്ച് ചെയ്യുന്നത്. ആ സ്ഥലത്തേക്ക് ഈ വാം വാട്ടർ സ്പീഷീസിൻ്റെ വല്ലാത്തൊരു അധിനിവേശം ഉണ്ടാവുകയും അവിടെ കോൾഡ് വാട്ടർ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ തിരിച്ചാണല്ലോ, കോൾഡ് വാട്ടർ ഫിഷ് ഇൻക്ലൂഡിങ് മെനി ഹൈലി വാല്യൂഡ് ട്രോട്ട് സ്പീഷീസ് ആർ ലൂസിങ് ദർ ഹാബിറ്ററ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള കോൾഡ് വാട്ടർ ട്രൗട്ട് പോലുള്ള ഫിഷസുകൾ എന്ത് സംഭവിക്കും? ഈ വാം വാട്ടർ ഒരു വാം വാട്ടറിൻ്റെ ഒരു തള്ളിക്കയറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ വാം വാട്ടറിൻ്റെ ഒരു ഇൻട്രൂഷൻ വരുമ്പോൾ, ഈ സ്വാഭാവികമായിട്ടും ഈ കോൾഡ് വാട്ടർ ഫിഷസിനൊന്നും നിലനിൽക്കാൻ പറ്റാതെ ഇരിക്കും. അത് ദാറ്റ് മേ ഇവൻച്വലി ഡൈ ഓഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Then as what is warm, the area of feasible cooler habitats to which species can migrate is reduced. സ്വാഭാവികമാണല്ലോ, അങ്ങനെയുള്ള സാധ്യതകൾ കുറയും. നോക്കി, ഇനി NOAA അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കണക്ക് നോക്കി, ദ ആർട്ടിക് ഫുഡ് വെബ് ഈസ് കോംപ്ലക്സ്. നമുക്കറിയാം ഭയങ്കര ഐസാണ്, പോളാറാണ്. ദ ലോസ് ഓഫ് ഐസ് ക്യാൻ അൾട്ടിമേറ്റ്ലി എഫക്ട് ദ എൻറ്റയർ ഫുഡ് വെബ് ഫ്രം ആൽഗെ ആൻഡ് പ്ലാങ്ക്ടൺ ടു ഫിഷ് ആൻഡ് മാമൽസ് ഓർ ടു ഫിഷ് ടു. അപ്പോൾ ആൽഗെ തുടങ്ങി ഏറ്റവും പ്രൈമറി ഫുഡ് ചെയിനുള്ള ഈ പ്രൈമറി പ്രൊഡ്യൂസറായ ആൽഗെ തുടങ്ങി മാമൽസ് വരെയുള്ള കംപ്ലീറ്റ് ഫുഡ് ചെയിൻ ഇത് ബാധിക്കുന്നുള്ളത്. എങ്ങനെ ബാധിക്കുന്നുള്ളത് നമുക്ക് അടുത്ത സൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ പർട്ടിക്കുലർ സ്പീഷീസ് ക്യാൻ റിപ്പിൾ ത്രൂ എ ഫുഡ് വെബ് ആൻഡ് എഫക്റ്റ് എ വൈഡ് റേഞ്ച് ഓഫ് അതർ ഓർഗാനിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരൊറ്റ സ്പീഷീസ് അല്ല, ആ സ്പീഷീസിന് നിലനിൽക്കുന്ന, ആ സ്പീഷീസുമായി ബന്ധപ്പെട്ട താഴെയുള്ളതും മുകളിലുള്ളത് എല്ലാ സ്പീഷീസിനെയും ഈ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, declines in the duration and the extent of sea ice in Arctic leads to the decline in the abundance of ice algae which thrive in nutrient rich pockets in the ice. അപ്പോൾ ആർട്ടിക്കിലെ ഐസ് പോക്കറ്റ്സിൽ ചില ഐസുകളുടെയൊക്കെ ക്രവൈസിലുള്ള ന്യൂട്രിയൻസിൽ കുറേയേറെ ആൽഗകൾ വളരും. ഈ ആൽഗകളുടെ പോപ്പുലേഷൻ എന്താണ് ഈ അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡിക്ലൈൻ ദ ഡ്യൂറേഷൻ ഓഫ് എക്സിൻ. അപ്പോൾ ഈ ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ ആൽഗകളുടെ എക്സിൻസിനെയും ഗ്രോത്തിനെയും ബാധിക്കും. ഇനി അപ്പോൾ ആൽഗകൾ ഇപ്പോൾ 10 ഉണ്ടായി ചിലപ്പോൾ 5 ആയി മാറും. ഇനി 5 ആയാൽ എന്താണ് കുഴപ്പം? നോക്കിയേ, these algae are eaten by zooplankton which are in turn eaten by arctic cod and an important food source or many marine animals including seals. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ആൽഗെ 10 എന്നുള്ളത് 5 ആയി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന സൂപ്ലാന്റിന് ഈ 5 ആൽഗെ കൊണ്ട് തൃപ്തിപ്പെടണം. സ്വാഭാവികമായിട്ടും 5 സൂപ്ലാന്റിന് നിൽക്കുന്നു വിചാരിക്കുക, കുറേ ഉള്ളതിനകത്ത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണക്കാണ്. അപ്പോൾ ഈ 5 സൂപ്ലാന്റൻ മാത്രം നിലനിൽക്കുമ്പോൾ എന്താണ്, ഈ സൂപ്ലാന്റത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക് കോഡ് എന്ന് പറഞ്ഞ ഒരു ഫിഷ് ഉണ്ട്. ഒരു ആർട്ടിക്കിലുള്ള ഫിഷിൻ്റെ പേരാണ് ആർട്ടിക് കോഡ്. അപ്പോൾ ഇത് നിലനിൽക്കുന്ന എന്താണ്, സൂപ്ലാങ്ക്ടൺ വേണം. ഇനി ആർട്ടിക് കോഡ് ഉണ്ടെങ്കിലാണ് പല മറൈൻ മാമൽസും ഇൻക്ലൂഡിങ് സീലുകൾ വരെ നിലനിൽക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആൽഗെ കുറഞ്ഞാൽ സൂപ്ലാങ്ക്ടൺ കുറയും, സൂപ്ലാങ്ക്ടൺ കുറഞ്ഞാൽ ആർട്ടിക് കോഡ് കുറയും, ആർട്ടിക് കോഡ് കഴിഞ്ഞാൽ പല മറൈൻ മാമൽസും സീലുകളും കുറയും എന്നുള്ളത് നമ്മൾ ഇതാണ് ഒരു ചെയിൻ ഓഫ് റിയാക്ഷനാണ് നമ്മുടെ ഫുഡ് വെബ് എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാവരും തകിടം പറയും. കാരണം എന്താണ്, ഇഫ് ദ ബാലൻസ് ഓഫ് എക്കോസിസ്റ്റം ഈസ് ബീൻ ലൂസ് ഓർ ഹാസ് ബീൻ ലോസ് by the
ബൈ ദ ക്ലൈമറ്റ് ചേഞ്ച് സിനാരിയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോളണം. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാൽ തീർന്നിട്ടില്ല. ദ സീൽസ് ആർ ഈറ്റൻ ബൈ പോളാർ ബീഴ്സ്, ഹെൻസ് ഡിക്ലൈൻസ് ഇൻ ഐസ് ആൽഗെ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഡിക്ലൈൻസ് ഇൻ പോളാർ ബിയർ പോപ്പുലേഷൻ. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിൻ്റെ കണക്കാണ്. അപ്പോൾ ആൽഗെ കുറഞ്ഞാൽ ഒന്നുകൂടി പറയണം, ആൽഗെ കുറഞ്ഞാൽ സൂപ്ലാന്റം കുറയും, സൂപ്ലാന്റം കുറഞ്ഞാൽ ആർട്ടിക്കോഡ് കുറയും, ആർട്ടിക്കോഡ് കഴിഞ്ഞാൽ സീല് കുറയും, സീല് കുറഞ്ഞാൽ പോളാർ ബിയറും കുറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഐ തിങ്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. Then climate change and shift in ecological condition could support the spread of pathogens, parasites and diseases with potentially serious effect of human health, agriculture and fisheries. UNESCO, United Nations Environmental Scientific and Cultural Organization 2008 ഒരു കണക്കാണ്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഷിഫ്റ്റ് എക്കോളജിക്കൽ കണ്ടീഷൻ എങ്ങനെ മാറും? സ്പ്രെഡ് ഓഫ് പത്തോജൻ അല്ലെ, ലോകവ്യാപകമായിട്ട് പത്തോജൻ നമുക്ക് മനുഷ്യരിലേക്ക് മാത്രമല്ല പല ക്രോപ്പ് പ്ലാന്റിനെയും പത്തോജൻ ബാധിക്കും, ഡിസീസുകൾ വരും, പൊട്ടൻഷ്യലി എഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത്. നമ്മളിപ്പോൾ വല്ലാത്തൊരു ഭീതിയിലാണ് നിൽക്കുന്നത്. ഇത് COVID-19 എന്നുള്ളത് എക്കോളജിക്കൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമുക്ക് പറയാറായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വവ്വാൽസ് അല്ലെങ്കിൽ ബാറ്റ്സിനെയൊക്കെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വിചാരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ഈ പുളിയുമയൊക്കെ ബാറ്റ്സ് ഇങ്ങനെ വന്ന് കൂട്ടം കൂടിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടാൽ പേടിക്കും. എന്താണ്, നിപ്പ വന്നു ബാറ്റ്സിന്, ഇപ്പോൾ കോവിഡ് വന്നു ബാറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ടിതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിനകത്തൊക്കെ ഈ ലോകം സ്പ്രെഡ് ചെയ്യാനുള്ള വൈറസുകളെ കപ്പാസിറ്റിക്ക് അവർക്കുണ്ടായി. പക്ഷേ അത് സ്പ്രെഡ് ചെയ്യുന്നൊരു രീതി കുറവായിരുന്നു. ഇപ്പോൾ അത് കൂടുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ട്രിഗർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള നമ്മളൊരു ലോജിക്കിൽ നമ്മളൊന്ന് തിങ്ക് ചെയ്യണം, ലോജിക്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വശത്ത് പറയാനുള്ളത്. ഓക്കെ, ദെൻ നോക്കിയേ, ഇതൊരു കോംപ്ലക്സ് ഫുഡ് വെബാണ് അല്ലേ. ഇപ്പോൾ ഇതൊരു പിക്ചർ ഇറ്റ്സെൽഫ് ക്ലാരിഫൈ വാട്ട് ഈസ് എ ഫുഡ് വെബ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പോളാർ ബിയർ തുടങ്ങി കാർബൺ ഡയോക്സൈഡ് ഇതിനകത്ത് പ്ലാങ്ക്ടൺ വന്നു, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇഫ് ദ ചെയിൻ ബ്രേക്സ്, എന്താണ് ആ ചെയിൻ ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്ന് താഴത്തോട്ടുള്ള അവിടെ നിന്ന് മേപ്പോട്ടുള്ള എല്ലാ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഇത് ബാധിക്കുന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കോളണം. ഓക്കെ, ഇനി അടുത്ത ഇമ്പാക്റ്റ് ഓഫ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ആണ്. ഇതും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് നമുക്ക് കൂടി തന്നെ വായിക്കണം. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഇമ്പാക്റ്റ് ഓഫ് എൽനോ ലാനിനോ, ഇമ്പാക്റ്റ് ഓഫ് എക്സ്ട്രീം വെതർ എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം നമുക്ക് എഴുതാവുന്നതാണ് എസ്സേക്ക് ചോദിച്ചാൽ കേട്ടോ. Then the frequency and intensity of extreme precipitation event is projected to increase in some locations as the severity of tropical storm. നോക്കി, ചില സ്ഥലങ്ങൾ അതിഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു, എക്സ്ട്രീം പ്രസിപ്പിറ്റേഷൻ വരുന്നു. അതെന്ത് സംഭവിക്കും? ഇപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ്, തണ്ടർ സ്റ്റോംസ് ഉണ്ടാവാനും ടൈഫോൺ അല്ലെങ്കിൽ ഹരിക്കെയിൻ പോലുള്ള സാധനങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതകൾ വരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ അക്കമ്പനി ചെയ്തിട്ടാണ് ഈ തണ്ടർ സ്റ്റോംസ് ഒക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദെൻ extreme events can also indirectly threaten human health in a number of ways. For example, extreme events can reduce the availability of fresh food and water. ഭയങ്കര ഡ്രോട്ട് വരുമ്പോൾ എന്താണ്, ഫുഡ് കിട്ടാതെ വരും, വെള്ളം കിട്ടാതെ വരും. ദെൻ ഇൻ്ററപ്റ്റ് കമ്മ്യൂണിക്കേഷൻ, യൂട്ടിലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ്. ഇപ്പോൾ നമുക്കൊരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഭയങ്കര ഡ്രോട്ടാണ്, ഇപ്പോൾ നമുക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ ഈ ചൂടും കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താ ബന്ധമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഞാനൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് 2.5 മണിക്കൂറൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എടുക്കുന്നത്. പക്ഷേ 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ദർ ഇസ് എ ഇൻട്രപ്ഷൻ. ബിക്കോസ് എന്താണ്, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കേണ്ടത് വേറെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയും വെള്ളമില്ല, വെള്ളം വരുമെങ്കിൽ അവർ സ്റ്റേറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡിങ് അപ്പോൺ the electricity demand is been depending upon our എന്താണ് ഈ ജലവൈദ്യുത പദ്ധതികളിലാണ്, ഹൈഡ്രോളിക് പ്രൊജക്റ്റുകളിലാണ്. ഒരു തെർമൽ പവർ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. വെള്ളമില്ലെങ്കിൽ എന്താണ്, ഇഫ് വാട്ടർ ഈസ് ബീൻ സ്കേസ് ദർ ഇൻ ദ ഡാംസ്, ദിസ് hydroelectric project will not function. If the hydroelectric project will not function, the generation of electricity will become low. If the electricity supply become low, it will affect the channels or mobile towers like that. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ അത് പ്രവർത്തിക്കാൻ പറ്റുന്ന വൈദ്യുതി ഉണ്ടാവത്തില്ല, അതിൻ്റെ ഫംഗ്ഷൻ മുടങ്ങും. അങ്ങനെ നമുക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ, യൂട്ടിലിറ്റി, ഹെൽത്ത് കെയർ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നഷ്ടപ്പെടുന്ന സാധ്യതകളൊക്കെ വരാം. ദെൻ കോൺട്രിബ്യൂട്ട് ടു കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഫ്രം പോർട്ടബിൾ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് യൂസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റോംസ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ലയെന്ന് വയ്ക്കുക, നമ്മൾ കൂടുതൽ ജനറേറ്ററുകളും ഒക്കെ ഉപയോഗിക്കും. ജനറേറ്ററുകളിൽ നിന്നൊക്കെ എന്താ വരുന്നത്, പുറത്തേക്ക് വരുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്, അതൊരു പോയിസൺ എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദെൻ ഇൻക്രീസ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റെസ്റ്റൈനൽ ഇൽനെസ് എമംഗ് ഇവാക്യൂസ്, ഇതുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ദെൻ കോൺട്രിബ്യൂട്ട്, ഇതാണ് ഏറ്റവും പ്രധാനം, മെൻ്റൽ ഹെൽത്ത് ഇമ്പാക്ട് സച്ച് ആസ് ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. PTSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സ്ട്രെസ് ഡിസോർഡറാണ്. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കോവിഡിൻ്റെ ഐസൊലേഷനിലും ക്വാറന്റൈനും കഴിയുന്ന രോഗികൾക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ സഹായം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്, ഈ ഐസൊലേറ്റ് ചെയ്ത് 12 അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വൈകാരികമായ ഒരു പ്രശ്നം വല്ലാതെ നമ്മളെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മളിപ്പോൾ സർക്കാരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ ഈ സൈക്കോളജിസ്റ്റുകൾ സേവനമൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്ന് നമ്മളൊരു മുറിയിൽ, എൻ്റെയൊക്കെ അനുഭവമാണ്, കഴിഞ്ഞ വർഷം ഒരു 10-20 ദിവസം മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണ് അതൊക്കെ. എന്ന് പറഞ്ഞ പോലെ ഐസൊലേഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിൽ മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരാം. ഇതെല്ലാം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒരു കണക്ട് ചെയ്യാം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇമ്പാക്റ്റ് ഫ്രം ടെമ്പറേച്ചർ ഒരുപാട് ടെമ്പറേച്ചറിൻ്റെ മാത്രം ഇമ്പാക്ട്സ് നമുക്കൊന്ന് പറഞ്ഞു പോയേക്കാം. ഓക്കെ, ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, precipitation patterns and extreme events could enhance the spread of some diseases. നോക്കിയേ, ഇപ്പോൾ പാലക്കാടൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മൾ കേട്ടാണ് സൺബേൺ അല്ലേ, സൂര്യാഘാതം, ഹീറ്റ് സ്ട്രോക്ക്, ദെൻ ഡീഹൈഡ്രേഷൻ, ചിക്കൻ ബോക്സ്, ഇതെല്ലാം ചൂട് കൂടുമ്പോൾ വ്യാപിക്കുന്ന അസുഖങ്ങളാണ്. ദെൻ ഇൻക്രീസസ് ഇൻ ദ ഫ്രീക്വൻസി or severity of extreme weather events such as storms could increase the risk of dangerous flooding. 2018 ഫ്ലഡിങ് നമ്മൾ മറന്നിട്ടില്ല. ഹൈ വിൻഡ്സ് ആൻഡ് അതർ ഡയറക്റ്റ് ത്രെറ്റ് ടു പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി. Then warmer temperatures could increase the concentration of unhealthy air and water pollutants. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. And excessive heat is more likely to impact populations in northern latitudes where people are less prepared to cope with the excessive temperature. ഇപ്പോൾ നമുക്കറിയാം ഇറ്റലി അല്ലെങ്കിൽ UK പോലുള്ള കോൾഡ് ക്ലൈമറ്റ് ടെമ്പറേറ്റ് ഏരിയകളിലൊക്കെ ഉള്ള ആളുകൾ അവിടെ നിന്നുള്ള സായിപ്പ്മാർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇംഗ്ലണ്ട് താരങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവർ വെള്ളം കുടിക്കുന്ന ഒരു കണക്കുണ്ടല്ലോ. കാരണം അവിടെ നിന്നൊരു ക്ലൈമറ്റിൽ നിന്ന് മാറി ഇവിടെ ഒടുക്കത്തെ ചൂട്ടിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഹ്യൂമിഡിറ്റിയെ കൂടുതലുണ്ട്. ഇതേപോലെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഷിഫ്റ്റിംഗ് വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാര്യം. ദെൻ എക്സസീവ് warmer temperatures could increase the concentration of unhealthy air and water pollutants. Then excessive heat likely to impact population north. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് നേരെ പിന്നെ വീണ്ടും ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക്, അതായത് ഹയർ ലാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വീണ്ടും പോളാർ തണുപ്പുള്ള പ്രദേശത്തേക്ക് അവർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണണം. ഓക്കെ, ചിൽഡ്രൻ, ഓൾഡർ അഡൾട്ട്സ്, പീപ്പിൾ വിത്ത് മെഡിക്കൽ കണ്ടീഷൻസ് ആൻഡ് ദ പുവർ ആർ മോർ വൾണറബിൾ ദാൻ അതേഴ്സ് ടു ഹീറ്റ് റിലേറ്റഡ് ഇല്ലനസ്. അറിയാമല്ലോ, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അസുഖം വരാൻ, അല്ലെങ്കിൽ ഓൾഡർ അഡൾട്ട്സ് അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ടു ബിക്കം എ പേഷ്യൻ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദെൻ അർബൻ ഏരിയാസ് ആർ ടിപ്പിക്കലി വാമർ ദാൻ ദ റൂറൽ സറൗണ്ടിങ്സ്. എന്തുകൊണ്ടായിരിക്കാം? അർബൻ ഏരിയയിൽ കുറച്ചൊക്കെ പച്ചപ്പുണ്ടാകും, റൂറൽ ഏരിയയിൽ കോൺക്രീറ്റ് കാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹീറ്റിൻ്റെ എക്സ്പാൻഷൻ കൂടും. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് കുഡ് ലീഡ് ടു ഈവൻ വാർമർ ടെമ്പറേച്ചർ ഇൻ സിറ്റീസ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ എന്താണ്, കുറച്ചും കൂടി ഹീറ്റ് ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. ദിസ് വുഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ സമ്മർ to run their air conditioning, which in turn would increase air pollution and greenhouse gas emission from power plant. അങ്ങനെ സിറ്റിയിൽ വരുമ്പോൾ എന്താണ്, നമ്മളെ പോലെ ആൾക്കാരൊന്നുമല്ലല്ലോ, എ സിയിലാതൊന്നും ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പല ആളുകളും സിറ്റിയിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, കുറേ എ സി വർക്ക് ചെയ്യാന്ന് അർത്ഥം എന്താണ്, പവർ കൺസപ്ഷൻ കൂടുകയും അതോടൊപ്പം എന്താണ് പൊല്യൂഷൻ കൂടുകയും. പൊല്യൂഷൻ എങ്ങനെ വരുന്നത്, ഈ എ സി എന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ അല്ലെങ്കിൽ GFCകൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എയർ പൊല്യൂഷനുള്ള സാധ്യതകൾ കൂടും. ഇനി ഒരു സിമ്പിൾ ഗ്രാഫാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കിയേ, ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് എപ്പോഴാണ്, ഉച്ചയ്ക്ക് തൊട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, ഒരു 2 to 3 o'clock സമയത്താണ്. റൂറൽ ഏരിയയിൽ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ നോക്കിയ ടെമ്പറേച്ചർ, ഇത് ഗ്രാഫിക്കലായിട്ട് അപ്പോൾ ഫാരൻഹീറ്റിലാണ് ടെമ്പറേച്ചർ പോകുന്നത്, മനസ്സിലായില്ല. അപ്പോൾ നോക്കിയേ, റൂറൽ ഏരിയയിൽ കുറച്ച് താഴെയാണ് സബർബൻ, അത് കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ പുറത്തുള്ള, അതായത് സിറ്റിക്കും നമ്മുടെ ടിപ്പിക്കൽ ഉൾനാടൻ ഗ്രാമപ്രദേശത്തിനും ഇടയ്ക്കുള്ള സ്ഥലം. അവിടെ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ സ്ഥലം മാഞ്ഞാലി അല്ലെങ്കിൽ മാലിയങ്കര റൂറൽ തന്നെ, അവിടെ നിന്ന് നമ്മൾ പറവൂർ സബർബണിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. പിന്നെ അവിടെ നിന്ന് നമ്മൾ എടപ്പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. അത് കഴിഞ്ഞ് എറണാകുളം കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൂടും. തിരിച്ചും അതുപോലെ തന്നെ, തിരിച്ച് അവിടെ നിന്ന് സബർബണിലെ അർബൻ റെസിഡൻസിലേക്കും പാർക്കിലേക്കും പിന്നെ അവിടെ നിന്ന് റൂറൽ ഫാം ലാൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുന്നത് എവിടെയാണ്, എപ്പോഴും ഈ പറഞ്ഞ സിറ്റികളിലാണ്. കാരണം എന്താണ്, അവിടെ പച്ചപ്പില്ല, അവിടെ കാടുകളില്ല, പക്ഷേ കോൺക്രീറ്റിൻ്റെ കെട്ടുകൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. The disease causing agents called pathogens can be transmitted through food, water and animals such as deer, birds, mice and insects. ഇപ്പോൾ നമുക്ക് എന്താണ്, ബാറ്റ്സും കൂടി വരണം. കാരണം നിപ്പ
came from bats. COVID is believed to be spread by bats എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കാണും. Then higher temperatures can increase cases of salmonella and other bacteria related food poisoning because bacteria grow more rapidly in warm environments. അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുമ്പോൾ സാൽമോണല്ല പോലെ ബോട്ടിഡിയം പോലുള്ള ഫുഡ് പോയ്സണിങ് ആയിട്ടുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്ത് കൂടുകയും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. These diseases can cause gastrointestinal distress and severe cases in severe cases may lead to death also. Then flooding and heavy rainfall cause overflow from sewage treatment plants into fresh waters. അപ്പോൾ ഫ്ലഡിങ് വന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ ഫ്ലഡിങ് വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിലേക്ക് പോയും അതും മലിനപ്പെടാനുള്ള സാധ്യതകളും നമുക്ക് വരും. നോക്കിയ overflows could contaminate certain food crops with a pathogen containing feces. Then heavy rainfall or flooding can increase waterborne parasites such as cryptosporidium and giardia that are sometimes found in drinking water. Then these parasites can cause gastrointestinal disease, stress, death. Then heavy rainfall even cause land runoff that may contaminate water bodies used for recreation and other bacteria. അപ്പോൾ റെയിൻഫോൾ കൂടി കഴിഞ്ഞാൽ ലാൻഡ് റൺ ഓഫ്, അതായത് മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഇത് എല്ലാം കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നോക്കിയിട്ട് CBD, അതായത് കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 2010 പറഞ്ഞ കാര്യമാണ്. നോക്കിയേ, climate change is already having an impact on biodiversity and is projected to become progressively more significant threat in the coming decades. CBD പറഞ്ഞേക്കാണ്, കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. നോക്കിയേ, ലോസ് ഓഫ് ആർട്ടിക് സീ ഐസ് threatens biodiversity across the entire biome and beyond. The related pressure of ocean acidification resulting from higher concentration of carbon dioxide in the atmosphere is also already being observed എന്നുള്ളതാണ് CBD കണ്ടെത്തിയേക്കുന്നത്. ഓക്കെ, ecosystems are already showing negative impacts under current levels of climate change, which is modest compared to future projected changes. Then in addition to warming temperature, more frequent extreme weather events and changing patterns of rainfall and droughts can be expected to have significant impacts on biodiversity. ഇതെങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്നത്? ചൂട് കൂടി ചില പ്ലാന്റ്സ് നശിക്കും, ചില ആനിമൽസ് നശിക്കും, ബയോഡൈവേഴ്സിറ്റി കുറയും. ഇനി ഫ്ലഡിങ് കൂടി, ഭയങ്കരമായിട്ട് മഴ പെയ്തു, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇറോഷൻ വരും, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ പ്ലാന്റ്സ് നശിക്കും അല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ആനിമൽസ് നശിക്കും. ഇങ്ങനെയൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി എക്സ്റ്റിങ്ഷൻ റിസ്ക് കൂടി പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ്, അതുകൂടി കഴിഞ്ഞ് നമുക്ക് നിർത്താം, ഒരു 5 മിനിറ്റ് കൂടി. Climate change along with habitat destruction and pollution is one of the important stressors അല്ലെങ്കിൽ stress that can contribute to species extinction. Okay, IPCC എന്താണ് IPCC? ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള സംഘടനയാണ്. അതിൻ്റെ ഹെഡായിരുന്ന ഇന്ത്യൻ വംശനായ രാജേന്ദ്ര പച്ചൗരി, അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് മരിച്ച കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. IPCC estimate that 20-30% of the plant and animal species evaluated so far in climate change studies and are at risk of extinction if temperature reach levels projected to occur. ടെമ്പറേച്ചർ കൂടുന്ന ഒരു പ്രോഗ്രസ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടുകയാണെങ്കിൽ പല അനിമൽസും പല പ്ലാന്റ്സും അനിമൽസും എല്ലാം റിസ്ക് ഓഫ് എക്സ്റ്റിൻഷൻ, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് IPCC പറയുന്നത്. ഓക്കെ, പ്രൊജക്റ്റഡ് റേറ്റ്സ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിൻഷൻസ് ഇപ്പോൾ പറഞ്ഞേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് 10 times greater than recently observed global average. ഇപ്പോൾ തന്നെ നമ്മൾ പ്രവചിക്കുന്ന 10 ഇരട്ടിയിൽ വേഗത്തിലാണ് സ്പീഷീസ് എക്സ്റ്റിൻഷൻ നടക്കുന്നത്. ഓക്കെ, റേറ്റ്സ് ആൻഡ് 10,000 times greater than rates observed in the distant past. അപ്പോൾ പണ്ട് കാലത്ത് പ്രവചിക്കുക, അപ്പോൾ അതായത് ഫോസിലിൽ നിന്നുള്ള സ്റ്റഡിയിൽ നിന്ന് നമ്മൾ പ്രവചിച്ചിട്ടുള്ള കാര്യം 10,000 മടങ്ങ് അത്രയും ഇരട്ടിയിലാണ് നമ്മളുടെ സ്പീഷീസ് റിസ്ക് വരുന്നത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ റിസ്ക് വരുന്നത്. അത് പണ്ട് പറഞ്ഞത്. ഇനി ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീസെൻറ്റ് പ്രവചിക്കാൻ 10 ഇരട്ടിയിലാണ് നമ്മളുടെ റിസ്ക് ഇപ്പോൾ വരുന്നതെന്നുള്ള അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരൊറ്റ എക്സാമ്പിൾ നോക്കിയാൽ, എക്സാമ്പിൾസ് ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ പാർട്ടിക്കുലർലി ക്ലൈമറ്റ് സെൻസിറ്റീവ് ആൻഡ് കുഡ് ബി അറ്റ് റിസ്ക് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇൻക്ലൂഡ് അനിമൽസ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു മൗണ്ടൻ എൻവയോൺമെൻറ്റ്സ് സച്ച് ആസ് പിക്ക എന്ന് പറയുന്നത് എലി പോലത്തെ ഒരു അനിമലാണ്, എലി പോലത്തെ. Animals that are depending upon sea ice habitats such as ringed seals and cold water fishes such as salmon in Pacific Northwest. ഇതിനെല്ലാനും ഇത് ബാധിക്കും. എക്സ്റ്റിൻഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ബാധിക്കും. ഇതെല്ലാം പോയാൽ എക്കോസിസ്റ്റം കൊളാപ്സ് ആവുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയേക്കാം.
നോക്കി എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് റീസെൻ്റ് അനാലിസിസ് ആണ് നമ്മളുടെ നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഫോട്ടോഗ്രാഫ്സാണ് നിങ്ങളൊന്ന് ജസ്റ്റ് വിട്ടേക്കാം നോക്കിയേ. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അഭിലാഷിൻ്റെ ഒരു ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫാണ് നോക്കിയ ട്രാക്സ് ഓഫ് സൈക്ലോൺസ് ഒക്കേർഡ് ഇൻ നോർത്തേൺ ഇന്ത്യൻ ഓഷൻ ഡ്യൂറിങ് 1980 തൊട്ട് 2000 വരെയുള്ള സൈക്ലോണിൻ്റെ ഒരു പാത്താണ് ഈ കാണിച്ചത് ഇന്ത്യൻ ഓഷൻ്റെ. അതായത് നോർത്തേൺ ഇന്ത്യൻ ഓഷനിൽ എന്ന് വെച്ചാൽ നോർത്തേൺ ഇന്ത്യൻ ഓഷൻ ഇതാണ് നോർത്ത് ഇന്ത്യ അറബിക്കടലിൻ്റെ തൊട്ട് ഇതാണ് ഇന്ത്യൻ ഓഷൻ നോർത്തേൺ സൈഡ്. പസഫിക് ഓഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഷൻ്റെ നോർത്തിലാണ് ഇന്ത്യ വരുന്നത്, ഇന്ത്യൻ സബ്കോണ്ടിൻ്റെ സൗത്തിലാണ് ഇന്ത്യൻ ഓഷൻ വരുന്നത്, അറിയാമല്ലോ. ഇതൊക്കെ ഇതിൻ്റെ ട്രാക്കുകളാണ്. ഇതൊന്നും ഈ 80 മുമ്പ് ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. അടുത്ത് നോക്കി ഇത് നമ്മുടെ വിറങ്ങലിപ്പിച്ച ഓഖിയുടെ പാത്താണ്. ശ്രീലങ്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ പാത്ത് ഇങ്ങനെ ഇൻറ്റൻസ് ചെയ്തിട്ട് ഇവിടേക്ക് അത് പോകേണ്ടിരുന്നു. ഇവിടേക്ക് താഴത്തേക്ക് വരുന്ന വരം പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതാണ് റെഡ് വൺ പിന്നെ നേരെ പോയി ഗുജറാത്തിലേക്ക് അടിക്കുകയത്. ഞാൻ ഇപ്പോൾ ഓഖി ഉണ്ടായപ്പോൾ എന്തൊക്കെ സംഭവിച്ചത്? ഇതാണ് പാത്ത് ഓഖിയുടെ. നോക്കിയേ, ഇത് നമ്മുടെ ലക്ഷദ്വീപാണ്. നോക്കിയേ, ഇത് നമ്മുടെ ചോമ്പാല, അതായത് കോഴിക്കോടിനടുത്ത് ചോമ്പാല ഹാർബറിലേക്ക് അവിടെ പല പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ചോമ്പാലയിൽ. ഈ ആൽഗൽ ബ്ലൂമിൻ്റെ സ്റ്റഡിക്ക് കൂടി പോയി അവിടെ ഒരു ഹാർബറിലേക്ക് കയറുന്ന ഒരു ചെറിയൊരു കൽവർട്ടുകൾ കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് വരുന്നൊരു ബോട്ടായിരുന്നു ഇത് മറിഞ്ഞേക്കുന്നത്. ചോമ്പാല എന്നുള്ള പിക്ചറാണ്. ഇത് കാലിഫോർണിയയിലാണ് ഒരു ടൈഫൂൺ വന്നിട്ട്. ഇത് നമ്മുടെ ആലപ്പുഴ ആണ്. ഇത് കണ്ട് വേറെ ക്ലൗഡ് ബാൻ ഫിനോമിനൻ ഇന്ത്യയിലെ ഒരു ക്ലൗഡ് ബാൻ ഫിനോമിനൻ എന്ന് പറഞ്ഞ സംഭവം 2018 ഉണ്ടായത്. അതാണ് ക്ലൗഡ്സ് ഒരു ബാൻഡ് പോലെ വന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ മഴ പെയ്ത് അങ്ങനെ വല്ലാതെ ശക്തമായ മഴ ഒരു 4 ദിവസം നമുക്കുണ്ടായിരുന്നു 2018. നോക്കി, ആൽഗൽ കവർ പോയി, കോറൽ കവർ ബ്ലീച്ചായി, ഹാർലിക്കൻ ഫ്രോക്സ് എന്നുള്ളത് നഷ്ടപ്പെട്ടു, വാനിഷ്ഡായി. നോക്കിയേ, ടോഡുകൾ വൺസ് അബണ്ടൻ ദ ക്ലൗഡ്സ് സറൗണ്ടഡ് റെയിൻ ഫോറസ്റ്റ് ഇൻ മൗണ്ട് വെർഡ ഇൻ കോസ്റ്റാറിക്ക no one has seen since 1989. 89 ശേഷം ഈ സാധനം കണ്ടിട്ടില്ല. ഇതൊക്കെ ചുമ്മാ നിങ്ങളൊന്ന് കണ്ടുവച്ചിരുന്നാൽ മതി. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറയാം. നോക്കിയേ, നമ്മുടെ സാധനമാണ് ജിംനോസ്പേമാണ്. നോക്കിയേ, മെറ്റാസെക്വിയ ഗ്ലിപ്റ്റോസ്ട്രോബോയിഡസ് എന്നുള്ളൊരു പ്ലാന്റ് സ്പീഷീസ് ആണ്. ഇതൊരു ജിംനോസ്പേമാണ്. നോക്കിയേ, ഡ്യൂറിങ് ദ മോസ്റ്റ് റീസെൻറ്റ് glacial cycle of cooling and warming, this species went extinct in most parts of world because എന്തെങ്ങനെയാണ് this could not disperse fast enough to keep up the shifting climate zones. എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ സ്പോറുകൾ ഇതിൻ്റെ പോളിനേഷൻ നടക്കാതെ വരികയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പുതിയ പ്ലാന്റുകളില്ല, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരികയും അങ്ങനെ ഇത് എക്സ്റ്റൻഷനിലെ വക്കിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെറ്റാസെക്വിയ എന്നുള്ള ഡോൺ റെഡ്വുഡ് എന്നതിൻ്റെ പേര്. Many species will be unable to relocate fast enough to avoid extinction without human assistance. അപ്പോൾ എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്ന പ്ലാന്റ് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യണത്? നമ്മൾ കൊണ്ട് നടണം അല്ലേ, അതിന് മൂവബിൾ അല്ല. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ലാതെ എന്താണ് ഇത് ഇപ്പോൾ ആനിമോഫിലസ് ആയിട്ടുള്ളൊരു പോളിനേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഈ പോളിനേറ്റ് ചെയ്ത് എവിടെയും ദൂര സ്ഥലത്ത് പോയി അവിടെ പുതിയ പ്ലാന്റൊക്കെ വളരാനുള്ള സാധ്യതകളുണ്ടാവും. പക്ഷേ ഇത് പറ്റുന്നില്ല. കാരണം എന്താണ് ഡിസ്പേസ് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ നടാനല്ലാതെ വേറൊരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ്. നോക്കി, ഐവറികൾ നഷ്ടപ്പെട്ടു. നോക്കി, പോളാർ ബിയറാണ്, നല്ല തടിമാടനായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ എൻഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോക്കി, ഇത് ലോകപ്രശസ്തമായ പോലിസ്റ്റർ സമ്മാനം കിട്ടിയൊരു ഫോട്ടോഗ്രാഫാണ്. ആരെടുത്തത്? പോൾ നിക്കൽ ബാഫിൻ ഐലൻഡിൽ നിന്ന് എടുത്താണ്. ഇങ്ങനെയുള്ള തടിമാടനായിട്ടുള്ളൊരു ബിയറാണ് ഇതേപോലെ കോലം കെട്ടുപോയി. കാരണം എന്താണ്, ഐസ് മെൽറ്റ് ചെയ്തപ്പോൾ സാൽമൺ കിട്ടാനില്ല. ഇതൊക്കെ പ്രശ്നങ്ങളായി. ഫുഡ് സ്റ്റാർവേഷൻ കൊണ്ട് മാത്രമാണ് ഈ തടിമാടനായിട്ടൊരു പോളാർ ബിയർ ഇങ്ങനൊരു രീതിയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ക്ലൈമറ്റ് ചേഞ്ച് ബിഫോർ ഇറ്റ് ചേഞ്ചസ് യു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. ശരിക്കും വായിച്ചു നോക്കണത് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, കേൾക്കുമ്പോഴും രസമായിട്ടൊക്കെ തോന്നും. പക്ഷേ എഴുതാൻ നിങ്ങൾ പലതും മറന്നുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. 1 by 1 ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു ഫോർ ലിസണിങ്.